ശ്രീ അസഫ് അലി, ഇവിടെ MLA എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് ഇത്തരം ആരോപണങ്ങളെ അല്ലെങ്കിൽ ഈ വിചാരണ പോട്ടെ ഇത്തരം ആരോപണങ്ങളെ നേരിടേണ്ട സാഹചര്യം വരുന്നില്ല എന്നാണ് പറയുന്നത്. അത് എത്രത്തോളം ശരിയാണ്? അതുമാത്രമല്ല, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുൻ റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ ഇത്തരത്തിൽ ഒരു കത്ത് സർക്കാരിന് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സർക്കാർ 4.5 വർഷം ഇത് പുറം ലോകത്തേക്ക് എത്തിക്കാത്തത് അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാത്തത് എന്നും പറയുന്നു. ഇത് രണ്ടുമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഇടതുപക്ഷ സഹയാത്രികർ നടത്തുന്ന ന്യായീകരണം. ഇത് എത്രത്തോളം വസ്തുതയ്ക്ക് നിരക്കുന്നതാണ്? ഇത് രണ്ടും ബാലിശമാണ്, യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. കാരണം 2 പരാതി ആദ്യം വന്നു, അതിൽ FIR ഇട്ടു. 3ാമത്തെ പരാതി 7 പേർക്കെതിരെ വന്നു, അതിൽ FIR ഇട്ടില്ല, അത് പ്രിലിമിനറി എൻക്വയറിക്ക് വിട്ടു. ഏത് നിയമപ്രകാരമാണ് എന്ന് സർക്കാർ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഒരു പ്രിലിമിനറി എൻക്വയറി എന്ന് പറയുന്ന പ്രാഥമിക അന്വേഷണം FIR ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് സാധാരണ നമ്മൾ കേട്ടുകഴിഞ്ഞത്. അല്ലാതെ അഴിമതി നിരോധന നിയമത്തിൽ സുപ്രീം കോടതിയുടെ വിധിയിലുണ്ടായിരുന്നു, അനിൽകുമാർ വേഴ്സസ് അയ്യപ്പ. അതിലാണ് പറഞ്ഞത് FIR ഇടുന്നതിന് മുമ്പ് പ്രിലിമിനറി എൻക്വയറി ആകാം, അത് അഴിമതി നിരോധന നിയമപ്രകാരമാണ്. അപ്പോൾ 3ാമത്തെ കേസിലെ പരാതി, ഇത് ഹേമ കമ്മിറ്റി ഒന്നും യാതൊരു ബന്ധവുമില്ല. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ഐ വുഡ് സേ ഇറ്റ് ഇസ് നോട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ, ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടീം. അവർക്ക് യാതൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് പവറും ഇല്ല. അപ്പോൾ ആ കമ്മിറ്റി പ്രിലിമിനറി എൻക്വയറി നടത്താൻ കാരണം എന്താണ്? ആ പ്രതിപട്ടികയിൽ ഒരു VIP ഉണ്ടായിരുന്നു. VIP എന്ന് പറയുന്നത് MLA MP മാത്രമല്ല, ഭരണകക്ഷിയുടെ ഏറ്റവും ഇഷ്ടസന്ധാനമാണ് അതിലുള്ളത്. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും എല്ലാം വിശദീകരിക്കേണ്ടേ കേരളത്തിലെ സമൂഹത്തോട്? ഈ ഈക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, നിയമത്തിന് മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ്, നിയമത്തിൻ്റെ പരീക്ഷയും എല്ലാവർക്കും ഒരുപോലെയാണ്. ഞാൻ ഇന്നലെ ചാനലിൽ പറഞ്ഞ പോലെ. പക്ഷേ ചില ആൾ നിയമത്തിന് മുമ്പിൽ മോർ ഈക്വൽസ് ആണ്. അതിൻ്റെ സൂചനയല്ലേ കഴിഞ്ഞ 3-4 ദിവസം ഈ കേസ് പ്രിലിമിനറി എൻക്വയറി, ഒരു റേപ്പ് കേസിന് പ്രിലിമിനറി എൻക്വയറി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സുപ്രസിദ്ധമായ ലളിതകുമാരി കേസിൽ സുപ്രീം കോടതി 4 കാറ്റഗറി കേസാണ് പ്രിലിമിനറി എൻക്വയറി ആവുക, അത് FIR ഇട്ട് കഴിഞ്ഞതിന് ശേഷം. അതിലൊന്ന് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, അത് FIR ഇടുന്നതിന് മുമ്പാണ്. കമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ, വാണിജ്യ തർക്കങ്ങൾ, അല്ലെങ്കിൽ ദാമ്പത്തിക കുറ്റങ്ങൾ, ഫോറിൻ എൻറ്റിറ്റി, അല്ലെങ്കിൽ മെഡിക്കൽ നെഗ്ലിജൻസ്, ഈ 4 കാറ്റഗറി കേസിന് മാത്രമാണ് പ്രിലിമിനറി എൻക്വയറി. പിന്നെ റേപ്പ് കേസിൽ ഡിലയെ കുറിച്ച് പറയാനുണ്ട്. ഇതിൽ ഡിലേ ഒരു ക്വസ്റ്റ്യൻ വരുന്നില്ല. കാരണം ഈ ഹേമ കമ്മിറ്റിയോടുകൂടി ഡിലേ മുഴുവനായും കൺട്രോൾ ചെയ്തതായി കാണണം. കാരണം ഹേമ കമ്മിറ്റി തന്നെ പറയുകയാണ്, ഈ ഇരകളോട് ചോദിച്ചു, സാക്ഷി നൽകുന്ന ഈ വിക്ടിംസിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തുകൊണ്ട് പോലീസിൽ പരാതി പറഞ്ഞുകൂടാ? അപ്പം അവർ പറഞ്ഞു, ഞങ്ങൾ പരാതി പറഞ്ഞാൽ ഞങ്ങളുടെ ജീവൻ മാത്രമല്ല ഞങ്ങളുടെ കുടുംബക്കാരുടെ ജീവനും അപകടത്തിലാവും, അതുകൊണ്ടാണ് ഞങ്ങൾ പറയാത്തത്. അപ്പം ഈ സർക്കാരിൻ്റെ ഇഷ്ടപുത്രൻ ഒരു പ്രതിപട്ടികയിൽ വരുമ്പോൾ, ഇന്ന് തിരുവനന്തപുരത്തെ കോടതിയിൽ, എവിടെയാണ് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തത്, ആ കോടതിയിൽ അറസ്റ്റ് തടഞ്ഞു. കാരണം എന്താണ്? ഭരണകക്ഷിയുടെ സർക്കാരിൻ്റെ ഇഷ്ടപുത്രനാണ് ജാമ്യത്തിന് അപേക്ഷിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് വക്കീലിന് മുട്ടടയും, കോടതി വിൽ ബി ഹെൽപ്ലെസ്. ആ ഒരു സ്വാധീനമാണ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനെ സ്വാധീനിക്കുന്നത്. അധികാരത്തിൽ ഇരിക്കുന്നവൻ സ്ഥാനമൊഴിയണം ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനെ നേരിടുമ്പോൾ. പ്രതിപക്ഷത്തുള്ള MLA-മാർക്കൊന്നും സ്വാധീനിക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ 2-3 പ്രതിപക്ഷ MLA-മാരുടെ കാര്യമാണ്. ഇവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ, ഒരു കക്ഷി അല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഭരണകക്ഷിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. അയാൾക്ക് വേണ്ടി നിയമം മാറ്റി. സാധാരണ 2 പേർക്ക് FIR ഇട്ടു, അവർ പ്രതിപക്ഷത്തുള്ളവരല്ല. അവർക്ക് FIR ഇടാമെങ്കിൽ എന്തുകൊണ്ട് 3ാമത്തെ ഈ 7 പേരിൽ പ്രമുഖനായ ഒരു VIP ഉള്ളപ്പോൾ ഒരു പ്രിലിമിനറി എൻക്വയറി ആയി? അതുകൊണ്ടാണ് പറയുന്നത്, ആദ്യം സ്ഥാനത്തിരിക്കരുത്. MLA എന്ന നിലയിൽ സ്ഥാനത്തിരിക്കുന്നിടത്തോളം കാലം ഈ ഒരു ഫെയർ ഇൻവെസ്റ്റിഗേഷൻ അസാധ്യമാണ്. ഇന്റിമിഡേറ്റ് വിറ്റ്നസസ് സ്വാധീനിക്കാം,
ഭരണകക്ഷിയുടെ MLA എന്ന നിലയിൽ അയാൾ സ്വാധീനിക്കാം, ഇരകൾ നാളെ മൊഴി കൊടുക്കാൻ അവർ പറഞ്ഞില്ലേ, ഞങ്ങൾ മൊഴി കൊടുത്താൽ ഞങ്ങൾ ജീവൻ അപകടത്തിലാണ്. പിന്നെ ബഹുമാന്യനായ റജി ലൂക്കോസ് സാർ പറഞ്ഞു, ഹേമ പറഞ്ഞിരിക്കുന്നു, ജസ്റ്റിസ് ഹേമ എവിടെയും എന്തിനാണ് പിന്നെ റിപ്പോർട്ട് പുഴുങ്ങാനാണോ, അവിടെ സർക്കാരിൻ്റെ പെട്ടിയിലിട്ട് പൂട്ടാനാണോ ഇത്? ഒരു കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് അനുസരിച്ചാണെങ്കിലും കമ്മിറ്റി ആണെങ്കിലും ഒരു അന്വേഷണം കമ്മിറ്റി എന്തിനാണ് വെക്കുന്നത്? ആ കമ്മിറ്റി ആ ഫാക്ട് ഫൈൻഡിങ് ആണ്. അത് ആർക്കും കാണാൻ പാടില്ല, സർക്കാരും കാണാൻ പാടില്ല. ആരുടെ സ്വകാര്യതയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? ഇരകളുടെ സ്വകാര്യതയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. ഇരകളുടെ സ്വകാര്യത ആരും പ്രൊട്ടക്ട് ചെയ്യേണ്ട, കോടതിക്ക് പോലും അത് പുറത്തു പറയാൻ അധികാരമില്ല, അവകാശമില്ല. അത് നിയമത്തിൽ തന്നെ അതിന് പഴയ CRPC-യിലെ 228A, ഇപ്പോഴത്തെ ന്യായസന്നിധിയിലെ 72 അതനുസരിച്ച് കുറ്റകരമാണ്, ക്രിമിനൽ കേസെടുക്കും. ഒരു പഴയ പോലീസ് ADGP ഒരു ആത്മകഥ എഴുതി അതിൽ ഇൻഡയറക്ട്ലി എന്തോ പരാമർശം നടത്തി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു ക്രിമിനൽ കേസ് എടുത്തു. അപ്പൊ പിന്നെ രണ്ടുപേര് ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്ത് തുടങ്ങി, ഞങ്ങളെ സ്വകാര്യതയെ ബാധിക്കുന്നു. ആ റിട്ട് ഫയൽ ചെയ്യുക വഴി അവരുടെ സ്വകാര്യത അവിടെ തന്നെ പുറത്തായി. പിന്നെ അവര് ഈ 4 കൊല്ലം വെച്ച് പൂട്ടി. എന്താണ് ഈ 4 കൊല്ലം സർക്കാർ വെച്ച് പൂട്ടിയ റിപ്പോർട്ടിലുള്ളത്? കുറ്റകൃത്യങ്ങളുടെ കഥകളാണ്. ഹേമ കമ്മിറ്റിയുടെ 114-ാം പാരഗ്രാഫ് പരിശോധിക്കണം. സാക്ഷികൾ നൽകിയ മൊഴിയിൽ നിന്ന്, ഇലക്ട്രോണിക്സ് തെളിവിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചിട്ടും പോഷ് ആക്ട്, പ്രിവെൻഷൻ ഓഫ് ഹാരസ്മെന്റ് വർക്ക് പ്ലേസ് പ്രൊഹിബിഷൻ ആക്ട് പ്രകാരം കുറ്റം നടന്നിരിക്കുന്നു, കുറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ദാറ്റ് ഇസ് ആൻ ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ വെച്ച് പോലീസ് കേസ് എടുക്കണ്ടേ? ഇന്നലെ കൊച്ചി പോലീസ് കമ്മീഷണർ മുമ്പാകെ ഹൈക്കോടതിയിൽ ഒരു വനിതാ അഭിഭാഷക ഒരു പരാതി കൊടുത്തു. ഈ റിപ്പോർട്ടിലുള്ള ഓരോ സംഭവങ്ങൾ വെച്ചിട്ട് പറഞ്ഞു, ഈ ഇരകൾക്ക് പരാതി കൊടുക്കാൻ കഴിയില്ല, ബിക്കോസ് അവരെല്ലാം ഭയപ്പെടുന്നു, ജീവൻ അപായപ്പെടുമെന്ന് ആശങ്ക ഉണ്ട്. അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നു. സെറീന ജോർജ് എന്ന് പറയുന്ന ഒരു അഭിഭാഷക, ആ പോലീസ് കമ്മീഷണർ കേസെടുത്തില്ല, അദ്ദേഹം സ്പെഷ്യൽ ടീമിന് അയച്ചു. വാട്ട് ഈസ് ദ റോൾ ഓഫ് പോലീസ് കമ്മീഷണർ? അദ്ദേഹം ഒരു SHO സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് അയക്കേണ്ടതാണ്. അങ്ങനെ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റമുള്ള പരാതി വിവരം പോലീസിന് കിട്ടിയിട്ട് അത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് അയക്കാതെ അത് അന്വേഷണത്തിന് അധികാരമില്ലാത്ത സ്പെഷ്യൽ ടീമിനെ അയക്കുക എന്ന് പറയുന്നത് തന്നെ പുതിയ ന്യായസംഹിത 199C അനുസരിച്ച് 6 മാസത്തിൽ കുറയാത്തതും 2 കൊല്ലത്തിൽ കവിയാത്തതുമായ ഒരു ഒഫൻസാണ്. അപ്പൊ ഈ 4.5 കൊല്ലം ഈ കുറ്റകൃത്യങ്ങളുടെ സംഭവങ്ങൾ ഓരോന്നായിട്ടുള്ള ഉള്ളടക്കം, അതിന്റെ ഇലക്ട്രോണിക്സ് തെളിവുകൾ, അതിന്റെ CD, അതിന്റെ പെൻഡ്രൈവ്, അതിന്റെ വാട്സ്ആപ്പ് ആപ്പുകൾ, അതിന്റെ ഈ ടെലിഫോണിലുള്ള ഈ മൊബൈൽ ഫോണിലുള്ള ചാറ്റ് സന്ദേശങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്നത് വെറുതെ നോവലല്ല, കുറ്റകൃത്യങ്ങളെ സംബന്ധിക്കുന്ന വിവരമാണ്.